എന്തായാലും വ്യക്തമായ ധാരണ വൈകിട്ടോടെ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. തദ്ദേശ ഭേദഗതി ബിൽ നിയമസഭ പാസാക്കി. ബജറ്റ് കമ്മിറ്റിക്ക് വിടാതെയാണ് ബിൽ പാസാക്കിയത്. അജണ്ടയിൽ ഭേദഗതി വരുത്തി തിരക്കിട്ട് ബില്ല് പാസാക്കുകയായിരുന്നു. കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, ഇന്ന് ബാർക്കോഴ വിവാദത്തിൽ വലിയ രീതിയിലുള്ള ബഹളമായിരുന്നു സഭയിൽ നടന്നിട്ടുണ്ടായിരുന്നത്. അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം വലിയ രീതിയിൽ പ്രതിഷേധമൊക്കെ നടത്തി സഭ വിട്ടിറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇതിനിടയിൽ അതായത് ബജറ്റ് കമ്മിറ്റിക്ക് വിടാതെ തദ്ദേശ ഭേദഗതി ബിൽ പാസ്സാക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എത്തരത്തിലായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങളും വാദങ്ങളും ഒക്കെ? ശ്രുതി, ഇന്ന് ബജറ്റ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് നിയമസഭാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് തദ്ദേശ വാർഡ് വിഭജന ബിൽ പാസ്സാക്കുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. എന്നാൽ അതിനൊരു അജണ്ട ഉണ്ടായിരുന്നു. അതായത് ഇതുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പ്രത്യേകിച്ചും സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിട്ടതിന് ശേഷമായിരിക്കും ഈ ബില്ല് പാസ്സാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. എന്നാൽ ഇന്ന് പ്രധാനമായും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നൊരു ദിവസമായിരുന്നു. അതിൽ ബാർക്കോഴ അടക്കമുള്ള വിവാദങ്ങൾ നിന്നിരുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ബില്ല് പാസ്സാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് ബാർക്കോഴയിൽ അടിയന്തര പ്രമേയം പാസ്സാക്കാനുള്ള ശ്രമം നടന്നിരുന്നു. ആ സമയത്താണ് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ, വാദപ്രതിവാദങ്ങളെല്ലാം ഉണ്ടായിരുന്നത്. അതിനുശേഷം പ്രതിപക്ഷം പ്രതിഷേധിച്ചുകൊണ്ട് അകത്തളത്തിൽ ഇറങ്ങുകയായിരുന്നു. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം നിലനിന്നതുകൊണ്ട് തന്നെ പ്രതിപക്ഷം സഹകരിക്കാത്തത് കൊണ്ട് ബില്ല് 5 മിനിറ്റ് കൊണ്ട് പാസ്സാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ആ നടപടി സ്വീകരിക്കാനുള്ള കാരണം പ്രതിപക്ഷം സഹകരിക്കാത്തത് കൊണ്ട് മാത്രമാണ്. അതായത് ഈ സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിടാം എന്നുള്ള ഒരു അജണ്ട പാലിക്കാതെ പെട്ടെന്ന് തന്നെ ഈ ബില്ല് പാസ്സാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് തന്നെ പ്രതിപക്ഷം സഹകരിക്കാത്തത് കൊണ്ടാണെന്നാണ് മന്ത്രി MP രാജേഷിൻ്റെ വിശദീകരണം. ഏതായാലും ഈ ബില്ലുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട ഓർഡിനൻസ് ഗവർണർക്ക് അയച്ചിരുന്നു. എന്നാൽ ഓർഡിനൻസ് അയക്കുമ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിന്നിരുന്നതിനാൽ ബില്ല് ഈ ഓർഡിനൻസ് മടക്കി അയക്കുന്ന ഒരു സാഹചര്യം ഗവർണറുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നിയമസഭാ സമ്മേളനം ആരംഭിക്കുമ്പോൾ തന്നെ ആദ്യ ദിവസം തന്നെ ഇത് ബില്ലാക്കി പാസ്സാക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ അടിയന്തര പ്രമേയത്തിന് ശേഷമുള്ള പ്രതിപക്ഷ ബഹളത്തിനിടെ വളരെ വേഗത്തിൽ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഇത് പാസ്സാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും അത്യസാധാരണമായ ഘട്ടങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിലൊരു നടപടി എടുക്കുന്നതെന്നും അതായത് സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിടാതെ ബില്ല് പാസ്സാക്കുന്നതെന്നും വ്യക്തമാണ്. അതുമാത്രമല്ല 941 ഗ്രാമപഞ്ചായത്തുകളിലായി 15,962 വാർഡുകളാണ് നിലവിലുള്ളത്. പുതിയ ഓർഡിനൻസ് പ്രകാരം 1300 വാർഡുകൾ വരെ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ നഗരസഭകളിലും കോർപ്പറേഷനുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും എല്ലാം വാർഡുകളുടെ എണ്ണം വർദ്ധിക്കും. ഏതായാലും അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇത് പൂർത്തിയാക്കാനാണ് തീരുമാനം. ഏതായാലും അതിന് മുൻപ് തന്നെ ഇതിനായി ബന്ധപ്പെട്ട ജനസംഖ്യാനുപാതികമായി വാർഡ് വിഭജിച്ച ശേഷം അതുമായി ബന്ധപ്പെട്ട പരാതികൾ നിയോഗിച്ച കമ്മീഷൻ കേൾക്കും. ഏതായാലും അതിൽ ഒരു തീരുമാനമുണ്ടാകും. ഏതായാലും നിയമം ഇത് പാസ്സാക്കിയ ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. വ്യക്തമാണ്. വലിയ രീതിയിലുള്ള പ്രതിപക്ഷ ബഹളത്തിനിടെയാണ് തദ്ദേശ ഭേദഗതി ബിൽ നിയമസഭ പാസാക്കിയത്. പുതിയ ബാർക്കോഴ ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് നിയമസഭ സ്തംഭിപ്പിച്ച് പ്രതിപക്ഷം. പണപ്പിരിവ് പോലീസ് അന്വേഷിച്ചില്ലെങ്കിലും ശബ്ദരേഖ എങ്ങനെ പുറത്തുവന്നു എന്നതിൽ മാത്രമാണ് അന്വേഷണം നടന്നതെന്നും പ്രതിപക്ഷം